ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി വെച്ചാലോ. അതിനാവശ്യമുള്ളത് പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു സവാള. പിന്നെ നമുക്ക് ഇത് ചൂര മീനാണ്. അപ്പോൾ ഞാൻ കുറച്ച് മസാലയും മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മീനൊന്ന് വറുത്തെടുക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാത്രമൊക്കെ വെച്ച് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് മാത്രമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് എൻ്റേതായ സ്റ്റൈലാണ്, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഓരോ മീനുകളായിട്ട് നമുക്കതിനകത്ത് പിറക്കിയിട്ട് ഇത് വളരെ എണ്ണ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. വളരെ എണ്ണ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം നമുക്ക് ആ മീനെല്ലാം കൂടി പിറക്കിയിട്ടിട്ടുണ്ട്. അപ്പം തീ കുറച്ചിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് അത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഓക്കെ, അതെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉടനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കാം. ഇത് പച്ചമുളകും കുറച്ച് ഗരം മസാലയും ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും കൂടെ നന്നായിട്ട് ചതച്ചതാണ് അത്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് നെയ്യ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചതച്ച് വെച്ചേക്കുന്ന മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഗരം മസാലയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചതച്ച് വെച്ചത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. അപ്പം അതിനകത്ത് ഒരു 2 പച്ചമുളക്. അപ്പോൾ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ മുളകിന് അത്ര എരിയില്ലാത്തതാണ്. കുരുമുളക് ഇല്ലായിരുന്നതുകൊണ്ട് കുരുമുളക് ഇട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എൻ്റേതായ സ്റ്റൈൽ മാത്രമാണ്. ചിലവർ പറയുന്നതിനകത്ത് പച്ചക്കറി ഒന്നും ഇടത്തില്ല എന്ന് പറയും. പച്ചക്കറി ഇട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ. നമ്മൾ വീട്ടിലുണ്ടാക്കാൻ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ. ഞാൻ എന്ത് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റേതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിനകത്തിട്ടായിരുന്നു കേട്ടോ, എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇട്ടു. അതാണ് കേട്ടോ ഉപ്പ്. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതൊക്കെ ഇട്ടാൽ. വേണമെങ്കിൽ സവാള ഇടാം. ഇപ്പോൾ നമ്മളല്ലേ കഴിക്കുന്നത്, ആരെന്തോ പറയാനാ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അരിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇച്ചിരി നാരങ്ങാനീര് ഒഴിച്ചാൽ നല്ലതാണ്. ഞാൻ കുറച്ച് 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരി ഒന്ന് ചൂടാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ആണ് നമ്മളിതിന് ഒഴിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് അരിയായിരുന്നു, അപ്പം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതും ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇല്ലായിരുന്നു. മല്ലിയിലയും വയണയില ഇലയുണ്ടല്ലോ, അത് നല്ലൊരു പ്രത്യേക ഒരു മണമാണ്. അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ, ഇതല്ലാതെ വേണമെങ്കിലും അരി വേവിച്ചിട്ടല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിങ്ങനെയാണ് ഈസി. അപ്പം വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ മീൻ വറുത്ത ആ പാത്രത്തിൽ കുറച്ച് സവാള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം ഒരു വിസിലായിട്ടുണ്ട്. വാവ്, എന്തൊരു മണമായിരുന്നോ! ഇവിടെ മൊത്തം മണമായിരുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിരുന്ന അരി ഏതാണെന്ന് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല അരിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള അരിയാണ്. എന്തൊരു മണമാണെന്നറിയുമോ! നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. അരിയൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിക്കാം. നല്ല ടേസ്റ്റി ബിരിയാണി. പൊളിക്കാച്ചി. ഇതാ നോക്കി കാണുമ്പം തന്നെ അറിയാമല്ലോ എന്തോ ഒരു ടേസ്റ്റാണെന്ന്. നല്ല ടേസ്റ്റാണ് കൊച്ചുങ്ങളെ. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.